ഹലോ. ഹലോ ചേട്ടാ. ആരാണ്? ചേട്ടാ ഞാനാ മറ്റേ ഇന്നലെ പോയില്ലേ മനസ്സിലായില്ല. മെനഞ്ഞാന്ന് നിങ്ങള് വിട്ടില്ലേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാണോ? അത് തന്നെ. എന്താണ് ചേട്ടാ ഇത് 8-ന്റെ പണിയായി പോയല്ലോ ചേട്ടാ. നിങ്ങള് അതിൻ്റെ അകത്ത് പറഞ്ഞ അവര് നമ്മുടെ ധാരണ ചേട്ടൻ പറഞ്ഞത് നമുക്ക് പൈസ സെറ്റിലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു കഴിയുമ്പോൾ തന്നെ പൈസ തരുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ചേട്ടൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്. പാർട്ടിയാണ് പൈസ തരുന്നത്, അവര് തരും, അവര് എല്ലാ പൈസ അവരപ്പം തന്നെ തരും, എല്ലാം സെറ്റിൽ ചെയ്യുന്നല്ലേ പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്ത് പറഞ്ഞു അവര്? പൈസ തന്നില്ല എന്ന് മാത്രമല്ല, ആകെ 500 രൂപയാണ് തന്നത്. അല്ല, അവര് തന്നെയാണ് പോസ്റ്റ് ഇടാൻ പറഞ്ഞത്. അവരാകെ 500 രൂപയാണ് നമുക്ക് കൈ തന്നത്. എനിക്ക് വണ്ടിക്കൂലി മാത്രം, ഞാൻ അവിടെ നിന്ന് വന്നതിന് വണ്ടിക്കൂലി, എറണാകുളത്ത് നിന്ന് വണ്ടിയും പിടിച്ച് ട്രെയിനിലാണ് ഞാൻ വന്നത്. AC കോച്ചായിരുന്നു. എനിക്ക് ട്രെയിനിന് ഇവിടെ വരെ വന്നതിന് 540 രൂപ ടിക്കറ്റ് ചാർജ് മാത്രമായി. നമുക്ക് അവിടെ ആണെങ്കിൽ ഇത് നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇതിപ്പം നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് 500 രൂപയ്ക്ക് വേണ്ടിയിട്ടാണോ കേട്ടോ നമ്മൾ വന്നത്? ഞാൻ പൈസ തരുന്നതിന് അവരല്ലേ പറഞ്ഞത് ആണുങ്ങളെ ആവശ്യമുണ്ട്. അവര് നിങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. എനിക്ക് പൈസ തന്നിട്ടൊന്നുമില്ല. അവരാണുങ്ങളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പോസ്റ്റ് ഇടൂ എന്ന് പറഞ്ഞത് അവരാണ്. ഞങ്ങൾ വന്ന് കയറി കൊടുത്തു. അവര് 1 മണിക്കൂറെന്നും പറഞ്ഞാണ് നമ്മളെ വിളിപ്പിച്ചത്. എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് കയറിയിട്ട് എന്നെ ഇന്ന് രാവിലെ 7 മണിക്കാണ് അവിടെ വിളി ഇറക്കിയത്. ഞാൻ നിർബന്ധിച്ചിട്ടാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ഇതിന് കയറി കൊടുത്തത്. എന്നിട്ടൊന്നും നടന്നില്ലേ? നടന്നതല്ലോ. നമ്മളിപ്പോ വന്ന എന്തിനാണ്? നമ്മൾ പൈസക്കല്ലേ വന്നത്. നമുക്കങ്ങനെ നടക്കാറില്ലല്ലോ. നമുക്ക് പൈസ ആയിരുന്നല്ലോ ആവശ്യം. നമുക്ക് അത്യാവശ്യം പൈസ ഉള്ളതുകൊണ്ട് വേണമെന്നുള്ളതുകൊണ്ടല്ലോ നമ്മളിതിന് വന്നത്. നമുക്ക് പൈസ എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ആവശ്യം. നടക്കുന്നതല്ലല്ലോ. അവര് ചെയ്യുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ട. നമുക്ക് അതിന്റെ ഉത്തരവാദിത്വം നമുക്കില്ല. നമ്മൾ പോസ്റ്റ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അവര് നിങ്ങൾ ചേട്ടനാണ് സംസാരിച്ചത്. പറഞ്ഞത്ര 1 മണിക്കൂറിന് 4000 രൂപയല്ലേ പറഞ്ഞിരുന്നത്? 1 മണിക്കൂർ 4000 അല്ല, 2500. അല്ല, അവര് പറഞ്ഞു 1 മണിക്കൂറിന് 4000 കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത്. 4000 അവര് 2500 ആണ് പറഞ്ഞത്. അവർ 2500 പറഞ്ഞു. 500 രൂപ എന്റെ അടുത്ത് തന്നിട്ടുണ്ട്. 500 രൂപ 500 നോട്ട് തന്നു. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ പണിയെടുത്തു? ഇനി എടുക്കാനുള്ള പണിയൊന്നുമില്ല. അവര് പറഞ്ഞല്ലേ എടുത്തില്ല. അവര് 2-3 കൂട്ടുകാരികളെ കൂടെ കൊണ്ടുവന്നു. അതിലാണ് വന്ന ഒരു അമ്മച്ചിക്ക് മാത്രം 10-15 വയസ്സുണ്ട്. ബാക്കിയെല്ലാം ചെറുപ്പക്കാർ പിള്ളേർ. അതല്ലല്ലോ നമ്മുടെ കാര്യം. ഫ്രീ ആയിട്ട് കാര്യം നടന്നില്ലേ പോരെ? അല്ല, അങ്ങനെ അല്ലല്ലോ. നമ്മൾ ഫ്രീ ആയിട്ട് കാര്യം നടക്കുന്നതിന് നമുക്ക് വീട്ടിൽ പെണ്ണും പിള്ളേർക്ക് ഉള്ളതാണ്. അതല്ലെങ്കിൽ നമുക്ക് വേറെ കമ്പനി ഉണ്ട്. നമുക്ക് അവിടെ പോകാം ഫ്രീ ആയിട്ട് കാര്യം